ഉണങ്ങിയ സ്ഥലമാണ്, മരുഭൂമി പോലെ കാണുന്ന സ്ഥലം. പക്ഷേ ഇബ്രാഹിം നബിൻ്റെ ഈ സ്ഥലം അവർ അൽ ഹറമുൽ ഇബ്രാഹിമി എന്നാണ് ഇതിനെ വിളിക്കുക. മാഷാ അല്ലാഹ്, ഒരുപാട് ആളുകൾ സിയാറത്ത് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മഹാനായിരുന്നു അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ. യമനിൽ അസ്വദുൽ അനസി എന്ന് പറയുന്ന കള്ളപ്രവാചകൻ, അന്നത്തെ മഹാപണ്ഡിതനായിരുന്ന അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങളെ തീയിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് തീയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന മഹാനാണ് താബിഈങ്ങളുടെ നേതാക്കന്മാരിൽ അറിയപ്പെടുന്ന മിൻ സാദാത്തി താബിഈൻ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി. അവരെ ഹബീബിനെ കാണാൻ പിന്നെ നേരെ മദീന, തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷെ അദ്ദേഹം യമനിലാണ്. യമനിൽ നിന്ന് മദീനയിലേക്കാണ് രക്ഷപ്പെട്ടു വന്നത്. തീയിന്ന് രക്ഷപ്പെട്ടു. ആൾക്കാരൊക്കെ അന്തം വിട്ടുപോയി. തീയിന്ന് കൂളായിട്ട് എഴുന്നേറ്റ് പോന്നു. നേരെ മദീനത്തേക്കാണ് വരുന്നത്. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു റഹല ഇലൽ മദീന ലിയറാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലമ്മാ ദഖലൽ മദീന ഇദാ സ്വഹാബതു ഖദ് ഫറഹു മിൻ ദഫ്നിഹി അലൈഹി സ്വലാത്തു വസ്സലാം. മദീനയിലേക്ക് മഹാൻ എത്തുമ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ജനാസ മറവ് ചെയ്ത് സ്വഹാബിമാർ ജനാസ മറവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് മഹാനവറുകൾ മദീനത്തെ എത്തുന്നത്. വലിയ സങ്കടമായി പോയി. ഹബീബിനെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ നേരെ മദീന പള്ളിയുടെ ഒരു തൂണിലേക്ക് മുഖമാക്കി ഖിബലയിലേക്ക് നിന്നിട്ട് അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചു. വലിയ ആ തീയിന്ന് രക്ഷപ്പെട്ടു വന്ന വരവാണിത്. നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആരോ പറഞ്ഞു, ഇതാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി. സംഭവം ഇങ്ങനെ കേട്ടിട്ടുണ്ട് ആൾക്കാർ, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി. ഉമർ തങ്ങളെ വിളിച്ചു, സിദ്ദീഖ് തങ്ങൾ. അങ്ങനെ മഹാനവറുകൾ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ടാൻ കാത്തിരുന്നു. അരികത്ത് ഒന്ന് ഖലീഫത്തു റസൂലില്ല, മറ്റൊന്ന് ഹബീബിന്റെ ഖലീഫയുടെ സ്വാഹിബായ ഹബീബായ തങ്ങളുടെയും സ്വാഹിബായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നിസ്കാരം കഴിഞ്ഞപ്പോ നിങ്ങളാണോ അബൂ മുസ്ലിമുൽ ഖൗലാനി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ടാണ് സിദ്ദീഖ് തങ്ങളും ഉമർ റളിയല്ലാഹു അൻഹും മഹാനവറുകളെ സ്വീകരിച്ചുകൊണ്ട് ഉമർ എന്നവർ പറഞ്ഞ വാക്കാണ് അൽഹംദുലില്ലാഹ് അല്ലദീ ജഅല ഫീ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഫഅല ബി ഇബ്രാഹീം അലൈഹിസ്സലാം ഫനുജ്ജിയ മിനന്നാർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നടന്നതുപോലെ തീയിലേക്ക് എറിയപ്പെടുന്ന ഒരു അനുഭവം ഈ ഉമ്മത്തിൽ അല്ലാഹു ഞങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ റബ്ബേ, നിനക്കൊരുപാട് സ്തുതി റബ്ബേ. അങ്ങനെ തീയിന്ന് രക്ഷപ്പെട്ട ആളാണല്ലോ ഇദ്ദേഹമെന്ന് അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി താബിഈങ്ങളിൽ വന്ന മഹാൻ. ആ മഹാനവറുകൾ ഉമർ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, എത്ര വലിയ സൗഭാഗ്യമാണത്, എത്ര വലിയ അള്ളാഹിന്റെ വലിയാണവര്, എത്ര വലിയ കറാമത്താണത്. തീയിന്ന് രക്ഷപ്പെട്ടു വന്നു. വളരെ മുത്തവാത്തിറായ സംഭവമാണ്. ഹബീബിനെ കാണാൻ വേണ്ടി മദീനത്തേക്ക് വന്നതാണ്. ആ യാത്രയിലാണ് മഹാനവറുകൾക്ക് പുണ്യനബിയെ കാണാൻ കഴിയാതെ പോയത്. വന്നപ്പോഴേക്കും ഹബീബ് വഫാത്തായിരിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനെ കാണാൻ വന്ന മറ്റൊരു കവിയുണ്ട്, അബൂ ദുഐബുൽ ഹുദലി എന്ന് പറയുന്ന കവി. മഹാനായ അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ ഇസ്വാബയിൽ ഇവരുടെ സംഭവം പറയുന്നുണ്ട്. ഖദിമത്തുൽ മദീന, ഞാൻ മദീനയിലേക്ക് വന്നപ്പോൾ വലി അഹ്ലിഹാ ദജീജും ബിൽ ബുകാ, മദീന മുഴുവനും നൊമ്പരപ്പെട്ട് തേങ്ങി തേങ്ങി കരയുകയാണ്. കദജീജിൽ ഹജീജ് ഇദാ അഹല്ലു ജമീഅൻ ബിൽ ഇഹ്റാം, ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് വന്ന് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് തക്ബീറിൻ തൽബിയത്ത് ചൊല്ലിയാൽ എങ്ങനെ ശബ്ദമുണ്ടോ അതുപോലെ മദീനയിൽ കൂട്ടക്കരച്ചിലിന്റെ ശബ്ദം ഞാൻ മദീനയിൽ വന്നപ്പോൾ കേട്ടു. ഞാൻ ചോദിച്ചു, മൽ അംർ, എന്താണ് കാര്യം? അബൂ ദുഐബുൽ ഹുദലി പുണ്യനബിയെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് മദീനയിൽ കരച്ചില്. ചോദിച്ചു, എന്തേ വിഷയം? ഫഖാലു, അവർ പറഞ്ഞു, ഖുബില റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിലേക്ക് യാത്രയായിരിക്കുന്നു, അതിന്റെ സങ്കടമാണ് മദീനയെ കാണുന്നത് എന്ന് അബൂ ദുഐബുൽ ഹുദലിയോട്.
ഈ മനുഷ്യനാണെങ്കിലോ തൻ്റെ 5 ആൺമക്കളിൽ 5 പേർക്കും പ്ലാഗ് രോഗം വന്ന് 5 മക്കളും ആ വർഷം മരിച്ചുപോയിട്ടുണ്ട്. 5 ആൺമക്കള്. അവരൊക്കൊന്ന് വലുതായി പാപ്പാക്കൊന്ന് ഇരിക്കാമെന്ന് വിശ്രമിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് 5 മക്കള് 20ഉം 25ഉം വയസ്സുള്ള മക്കള് 5 പേർ ഒരുമിച്ച് ഒരേ വർഷം വഫാത്താകുന്നത്. അവരെല്ലാം നല്ല കഴിവും ആരോഗ്യവുമുള്ള മക്കളായിരുന്നു. അതിനെ സംബന്ധിച്ച് ഇദ്ദേഹം പാട്ടുപാടിയിട്ടുണ്ട്. അമിനൽ മനൂനി വറൈബിഹാ തതവജ്ജഉ വദ്ദഹ്റു ലൈസ ബിമഅ്തബിൻ മൻ യജ്സഉ വതജല്ലദി ലിശ്ശാമിതീന ഉരീഹിമു അന്നീ ലിറൈബിദ്ദഹ്രി ലാ തضعضഉ وإذا المنية أنشبت أظفارها ألفيت كل تميمة لا تنفع والنفس راغبة إذا رغبتها وإذا ترد إلى قليل تقنعيه أمن المنون وريبها تتوجع. 5 മക്കൾ ഒരുമിച്ച് മരണപ്പെട്ട ഈ വാപ്പ 5 മക്കളുടെ ആ ദുരന്തം ഓർത്തുകൊണ്ട് പറയുകയാണ്, മരണവും മരണത്തിന്റെ വിപത്തും ഓർത്തുകൊണ്ട് ശരീരമേ, എൻ്റെ മനസ്സേ നീ വേദനിക്കുകയാണോ? എന്ത് വേദന ഉണ്ടാവൂലേ നമുക്ക്? ഒരു മോൻ മരിച്ചാൽ, അതും +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി കഴിയാനായി, ഡിഗ്രി കഴിഞ്ഞു, ജോലി കയറി, അല്ലെങ്കിൽ കയറാൻ പോകുന്നു, കയറി 2 കൊല്ലം ആയിട്ടുള്ളൂ, കല്യാണം കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു മരണം സംഭവിച്ചാൽ എന്തൊരു വേദന ആയിരിക്കും. അല്ലെങ്കിലും വേദനയാണ്. വാപ്പ ക്ഷീണിച്ചിട്ടുണ്ട്, കഷ്ടപ്പെടുത്തി ഇങ്ങനെയൊക്കെ വളർത്തിയില്ലേ, ഇനി മക്കളൊക്കെ ഒന്നായിട്ട് അവരായിട്ട് വീടും ചെലവൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് വിശ്രമിക്കാലോ എന്ന് വിചാരിക്കുന്ന നേരത്ത് ആ മക്കൾ നഷ്ടപ്പെടുന്നൊരു വേദന നമ്മൾ ആലോചിക്കണം. നമ്മളെപ്പോഴും പറയാറുണ്ട്, തവക്കുൽ അള്ളാഹിൻ്റെ മേലെ ചെയ്യാൻ പാടുള്ളൂ, മക്കളെ മേലെ തവക്കുലാക്കരുത്. എൻ്റെ മോൻ റിസ്ക് തരും, എൻ്റെ മോൻ അധ്വാനിച്ചെൻ്റെ കുടുംബം പോറ്റും എന്ന് വിചാരിച്ചോ, അവിടെ അള്ളാഹു പരീക്ഷണം തരും ആ മകനിലൂടെ. കച്ചവടം തുടങ്ങി, എൻ്റെ കച്ചവടത്തിൽ വന്ന് എനിക്ക് ലാഭം കിട്ടും, ഈ കച്ചവടം കൊണ്ട് ഞാൻ രക്ഷപ്പെടും. തവക്കുൽ അങ്ങോട്ട് കൊടുത്താൽ, തവക്കുൽ അള്ളാഹിന്റെ മേൽ, അള്ളാഹുവേ നീ തരുന്ന റിസ്ഖാണ്, ഇവിടെ നിനക്ക് ബർക്കത്ത് തരാം, ഇതിലല്ലാതെ വേറെ നിനക്ക് തരാൻ പറ്റും. തവക്കുൽ അള്ളാഹിന്റെ മേൽ കൊടുത്തില്ല, ഏതെങ്കിലും നമ്മുടെ ജോലിയിലോ നമ്മുടെ കച്ചവടത്തിനോ നമ്മുടെ ആരോഗ്യത്തിനോ, അങ്ങനെ നല്ല ആരോഗ്യമുള്ള സമയമല്ലേ, ഞാൻ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കും. ആരോഗ്യത്തിന്റെ മേൽ തവക്കുലാക്കണ്ട, ബാങ്കിന്റെ മേൽ തവക്കുലാക്കണ്ട, കെട്ടിടത്തിന്റെ മേൽ തവക്കുലാക്കണ്ട. അതിനൊക്കെ അപകടം വരുത്താൻ അള്ളാഹുവിന് എളുപ്പമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല. എവിടുന്നാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് പരീക്ഷണം വരും, പേടിക്കണമെന്നാണ്. അബൂ ദുഐബ് അൽ ഹുദലി, ഈ സങ്കടം മനുഷ്യർക്ക് മുഴുവൻ, അദ്ദേഹം കവിയാണ്. അന്നത്തെ കവികൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ഫേസ്ബുക്കും വാട്സപ്പും ആണ് അന്നത്തെ കവികൾ. ഓല് പറഞ്ഞ ലോകം മൊത്തം അറിയും. ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്താൽ കോടിക്കണക്കിന് മനുഷ്യന്മാർക്ക് കാണാൻ അവസരമുണ്ട് അതിൽ, അല്ലേ? എന്ന പോലെ കവികൾ എന്ന് പറഞ്ഞാൽ പിന്നെ നാട്ടിലൊക്കെ പാട്ടാവും. എന്നാൽ കവികളെല്ലാവർക്കും പേടിയാണ്. നല്ലത് പറഞ്ഞാൽ നല്ലതാണ്, ഉലങ്ങാനും മോശപ്പെടുത്തി പറഞ്ഞോ പിന്നെ വലിയ ബുദ്ധിമുട്ടാണത്. അപ്പോൾ അബൂ ദുഐബ് അൽ ഹുദലി 5 മക്കൾ മരിച്ച സങ്കടം പറഞ്ഞിട്ട് നഫ്സിനോട് പറയാണ്, ശരീരമേ, മരണവും മരണത്തിന്റെ കാട്ടിക്കൂട്ടലും ഓർത്തുകൊണ്ട് നീ കരയാണോ, വിഷമിക്കുകയാണോ? അമിനൽ മനൂനി വറൈബിഹാ തതവജ്ജഉ വദ്ദഹ്റു ലൈസ ബിമുഅ്തിബിൻ മൻ യജ്സഉ. സങ്കടപ്പെട്ടതുകൊണ്ട് കാലം നമ്മളോട് കരുണ ചെയ്യില്ല. ദുഃഖഭാരം കൊണ്ട് നമ്മൾ സങ്കടപ്പെട്ട് ഇരുന്നാലൊന്നും കാലം നമ്മളോട് ഒരു ദയാവായ്പം കാണിക്കുകയില്ല. കാലാകാലങ്ങളിൽ സംഭവിക്കേണ്ടത് അല്ലാഹുവിൻ്റെ ഖദറിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണിത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നും കാര്യങ്ങൾ നടക്കണം എന്നില്ല. നടന്നിട്ടേ അൽഹംദുലില്ലാഹ്. وتجلدي للشامتين أريهم أني لريب الدهر لا أتضعضع. എനിക്കൊരു പ്രയാസം വരുമ്പോൾ അത് കണ്ടു ചിരിക്കാൻ ഒരുപാട് ആളുകൾ കാത്തു നിൽപ്പുണ്ടാകും. ഇന്നത്തെ കാലം അങ്ങനെയാണ്. പണ്ട് കാലം എല്ലാവരും നമ്മളെ കുഴപ്പമില്ലത്, അത് നാട്ടിലെ മനുഷ്യന്മാരെ കുഴപ്പം. ആർക്കെങ്കിലും ഒരു പ്രയാസം വരും എന്ന് കാണുമ്പോൾ അതിൽ സന്തോഷിക്കുക.
സുഖം തന്നെ അല്ലേ എന്ന് വെച്ചാൽ ഇപ്പോൾ സുഖമൊന്നുമില്ല എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ടെന്നറിയോ? നമ്മൾ പറയാം നല്ല റാഹത്ത്, ഒരു കുഴപ്പമില്ല, ഇതല്ലല്ലോ ഇപ്പം എനിക്ക് കേൾക്കേണ്ടത്. അപ്പോൾ ചോദിച്ചത് വല്ല കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ റാഹത്താന്ന് പറയുമ്പോൾ പിന്നെ വലിയ ആവേശമൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ എത്ര മനുഷ്യന്മാരുണ്ട്. കുട്ടീൻ്റെ കല്യാണം എന്തായി? അതിപ്പോൾ ഒന്നും ശരിയായിട്ടില്ല. അങ്ങനെ വന്ന് ഓരോ മുടക്കം പറഞ്ഞു പോവാ. അപ്പോൾ ഉള്ളിൽ തന്നെ ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനത്തെ എത്ര ആൾക്കാരുണ്ട്. അപ്പോൾ മൂപ്പര് പറയാണ്, ശരീരമേ നിനക്കൊരു ദുരന്തം വന്നാൽ അതിൽ സന്തോഷിക്കാൻ കാത്തിരിക്കുന്ന എന്ന് പറയും. നബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, റബ്ബേ ഞങ്ങൾക്കൊരു അപകടം പറ്റി ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ കൊണ്ട് സന്തോഷിക്കുന്ന അവസ്ഥ വരുത്തരുതേ റബ്ബേ. എനിക്കൊരു ദുരന്തം വന്ന് എൻ്റെ 5 മക്കളും മരിച്ചുപോയതിൽ സന്തോഷം കൊള്ളാൻ കാത്തിരിക്കുന്നവരോട് ശരീരമേ നീ ഒന്ന് ധീരമായി പറയണം, കാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളിൽ കിടന്ന് പടയുന്നവനല്ല അബൂ ദുഐബുൽ ഹുദലി എന്ന്. എനിക്കതൊന്നും വിഷയം. 5 മക്കൾ പോയില്ലേ, എൻ്റെ തടി ബാക്കിയുണ്ടല്ലോ, അൽഹംദുലില്ലാ, എനിക്കതൊന്നും വിഷയമല്ല. എന്നിട്ട് പറഞ്ഞൊരു വാക്കാണ്, അത് നമ്മളെപ്പോഴും ഓർക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഓർമ്മയുള്ളൊരു വരി, വഇദൽ മനീയതു അൻശബത് അദ്ഫാറഹാ അൽഫൈത കുല്ല തമീമത്തിൻ ലാ തൻഫഉ. മരണത്തിൻ്റെ കൂർത്ത നഖങ്ങളെങ്ങാനും ഒരാളെ പിടിച്ചു മുറുക്കിയാൽ ഒരു ഏലസ് കൊണ്ടും ഒരു മന്ത്രി ചൂതി കൊടുത്താലും മരണത്തെ തട്ടിമാറ്റാൻ കഴിയില്ല. മരണത്തിന് മന്ത്രി ചൂതി കൊടുത്തൊരു കാര്യമില്ല. അത് അള്ളാഹുവിൻ്റെ ഖളാ അവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. അജലാണത്. രോഗത്തിന് അള്ളാഹു ദുആ കൊണ്ട് ശിഫ തരും. അൽഫൈത കുല്ല തമീമത്തിൻ ലാ തൻഫഉ. മനീയത്ത് എന്ന് പറഞ്ഞാൽ മരണം എന്നാണ്. وإذا المنية أنشبت أظفارها ألفيت كل تميمة لا تنفع. ഏലസ് എന്നാണ് തമീമത്തിന് ഏലസ് എന്ന് പറയുന്നത്. ഏലസിലെ ഖുർആൻ ഓതിയിട്ട് ദിക്റുകളും തഹസ്സുനിൻ്റെ വാക്കുകളൊക്കെ എഴുതിയിട്ട് കിട്ടുന്നത്. ഏലസ് കെട്ടിൽ നിബിതങ്ങൾ നിരോധിച്ചു എന്ന് പറയുന്ന ഹദീസൊക്കെ ഷിർക്കുമായി ബന്ധമുള്ള ഏലസുകൾ എന്നാണെന്ന് ആ ഹദീസിനെ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ അങ്ങനെ പറയാം അത് ഹറാമാണ്, അത് അങ്ങനെയാണ്, ഷിർക്കാണെന്ന് പറഞ്ഞിട്ട്. മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളുടെ ഒരു റിവായത്ത് തന്നെ ഉണ്ട്, ലാ ബഅസ ബിഹി, അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു വിരോധമല്ല. ശർഈയായ അദ്കാറുകൾ ഒരു മനുഷ്യൻ്റെ ദേഹത്ത് തഹസ്സുൻ, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിൽ നിന്ന് രക്ഷ കിട്ടാനുള്ള സബബായിട്ട് ഒരു മുഅ്മിൻ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യനത് ചെയ്യുന്നുള്ള ഒരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുന്നവർ അപ്പം പറ്റും. മറ്റേ ഹദീസിന് കൊണ്ടില്ല, തമീമത്ത് കെട്ടിയാൽ ആ തമീമത്ത് ചെയ്യുന്നവർ ഷിർക്കാ ചെയ്യുന്നത്. അത് ജാഹിലിയ കാലത്ത് ചെയ്തിരുന്ന ഒരു പണി ഉണ്ടായിരുന്നു. അവർക്കൊരു ആലസ് ഉണ്ടായിരുന്നു, അവരുടെ മന്ത്രങ്ങളും അവരുടെ ദൈവങ്ങളുടെ പേരുകൾ എഴുതിയിട്ട്. ആ പരിപാടിയെയാണ് തങ്ങൾ എതിർത്തതെന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞതെന്നും മഹാന്മാർ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്.